ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാടൻ മട്ടൻ കറി. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. കുക്കർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളകൊക്കെ അവരവരുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയ ഉള്ളി മട്ടൻ കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കേണ്ടാത്തവർക്ക് ഒഴിവാക്കിയിട്ട് അതിന് പകരം സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വരുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂണും കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഹാഫ് ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ തന്നെയാണ് ഗരം മസാല ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വഴന്നും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഈ മട്ടനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം.
മട്ടനിലൊക്കെ നല്ലപോലെ മസാല മിക്സ് ആയിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ഈ മട്ടനിലേക്ക് നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തോളം ചേർക്കുന്നുണ്ട്. പച്ചവെള്ളം ചേർക്കരുത്, നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വിസിലേൽപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ കേൾപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വിസിലിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. മട്ടൻ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇതിനി ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്നുകൂടി വേവിച്ചെടുക്കണം. എന്നാലേ മട്ടനിലേക്കൊക്കെ നല്ലതുപോലെ മസാല ഒക്കെ പിടിച്ച് കിട്ടൂ. അപ്പോൾ ഇതിലേക്ക് ഗ്രേവി കുറവാണെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റായി ഇത് നന്നായിട്ട് തിളച്ച് ഒന്നുകൂടി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയോടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത്രയും തിക്കായിട്ടാണ് ഈ ഗ്രേവി ഇരിക്കുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്